ഹലോ, നമ്മളിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ്. അതും വന്ദേ ഭാരതിൽ. വന്ദേ ഭാരത് ആയതുകൊണ്ട് തന്നെ നമുക്ക് തലശ്ശേരിയിൽ സ്റ്റോപ്പില്ല. അതുകൊണ്ട് നമ്മൾ കണ്ണൂർ വന്നിട്ടുള്ളത് 3:30 ട്രെയിൻ. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ എത്തി. കറക്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ ട്രെയിൻ എത്തിന്. നമ്മൾ കയറി സീറ്റിലിരിക്കുമ്പോൾ തന്നെ അവർ വെള്ളമൊക്കെ സെറ്റാക്കി സീറ്റിൽ വെച്ചിന്. വൈകാതെ തന്നെ നമ്മൾ സ്നാക്സും കാര്യമെല്ലാം ഇങ്ങെത്തി. അതിൽ സാനിറ്റൈസർ ഉണ്ടായിരുന്നു, ക്രീം പെൻ ഉണ്ടായിരുന്നു, മിക്സർ ഉണ്ടായിരുന്നു, പിന്നെ കോഫി പൗഡറും കടലക്കൊണ്ടായും, പിന്നെ നമ്മളെ പരിപ്പോടയും. അത് നോക്കി നോക്കുമ്പോഴത്തേക്ക് നമ്മളെ തലശ്ശേരിയും കഴിഞ്ഞിട്ടാ. പിന്നെ നമ്മൾ സ്നാക്സ് കൈവച്ച്. കടലക്കൊണ്ടായി കുറച്ച് സ്വീറ്റ് കൂടുതലായിരുന്നു. പിന്നെ ഒരു കപ്പിൽ ഹോട്ട് വാട്ടർ ഉണ്ടാകും. നമുക്ക് കിട്ടിയ കോഫി പൗഡർ അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കോഫിയാക്കി. ഇക്കാക്ക് ക്രീം പെന്നൊക്കെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ക്രീമിന്റെ ക്വാണ്ടിറ്റി എനിക്ക് കാണിച്ചാന്ന്. ഞാൻ പിന്നെ കൈ വെച്ച് നമ്മളെ പരിപ്പോടല്ല, നല്ല മുരിഞ്ഞ പരിപ്പോട. ഈ കോഫിയും സെറ്റേനു, നല്ല രസമുള്ള ഒരു ക്രീം പെന്നും. ഈ മിച്ചർ അബദ്ധാന്ന് വിചാരിച്ച, പക്ഷെ വെറുതെ ഇരിക്കുമ്പോൾ തിന്നാൻ കിടുവേനു. ഈ സാനിറ്റൈസർ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. വാഷ്റൂമിൽ പോയപ്പോഴാണ് ഇന്ത്യൻ റെയിൽവേ ഇത്രയും പുരോഗമിച്ച കാര്യം ഞാൻ അറിഞ്ഞത്. ഒരു ഭാഗത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡ് വാഷ് വരുന്നു, ഒരു ഭാഗത്ത് ഹാൻഡ് ഡ്രയർ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്ത് നോക്കുമ്പോൾ കോഴിക്കോട് കഴിഞ്ഞു, ഷൊർണൂർ കഴിഞ്ഞു, തൃശ്ശൂർ കഴിഞ്ഞു, എറണാകുളം കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഫുഡ് എത്തി. നെയ്യില്ലാണ്ട് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് ഇവർ നമുക്ക് പഠിപ്പിച്ചു തരും. ഈ അരിയത്തേടിയോ മഴ പെയ്തിനെന്ന് ഇവരെ കറി കണ്ടപ്പം തിരിഞ്ഞു. പിന്നെ ഒരു കവറിൽ ചപ്പാത്തി ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മളെ കറിയിലെല്ലാം മഴ പെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്ക് ഇവർ മിൽമന്റെ തൈരും കൂടെ തന്നിനു. അവസാനം ഇവർ മിൽമന്റെ തന്നെ ഐസ്ക്രീമും കൂടി തന്നിട്ടാണ് വൈൻഡപ്പ് ആക്കിയത്. കൃത്യം 10:40 നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നമ്മളെ കാറ് നമ്മളെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോയി. ബാക്കി വിശേഷം അടുത്ത വീഡിയോ പറയാം.